ഹലോ, ഞാൻ ഷഹാന. എനിക്ക് ഒട്ടും അറിയാത്തൊരു സംഭവം, അതുപോലെ ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഇതുപോലെ വീഡിയോസ് എടുക്കാനൊക്കെ. അതിങ്ങനെ യൂട്യൂബിലൊക്കെ അതേപോലെ പോസ്റ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട്. പക്ഷേ ഒരു കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട് ഇതിങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോയിരുന്നു. അപ്പോൾ ഇന്നെന്തായാലും ഡേ ഇൻ മൈ ലൈഫ് പോലെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാം. അത് എഡിറ്റ് ചെയ്തിട്ട് എന്തായാലും യൂട്യൂബിൽ ഒന്ന് പോസ്റ്റ് ചെയ്യാൻ വിചാരിച്ചിട്ട് എടുത്ത കുറച്ച് വീഡിയോ ക്ലിപ്സാണ് ഇതൊക്കെ. വീഡിയോ ഷൂട്ട് ചെയ്യണതും അതുപോലെ ഇത്ര വലിയ വീഡിയോക്ക് വോയിസ് കൊടുക്കണതൊക്കെ ആദ്യമായിട്ടാണ്. അതിൻ്റേതായ കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ മാക്സിമം കമൻറ്റ് ചെയ്യാനും അതേപോലെ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കരുത്. ഒട്ടും ഒരു ഐഡിയ ഇല്ലാതെ ഇന്ന് ജസ്റ്റ് ഷൂട്ട് ചെയ്ത് തുടങ്ങിയതാണ് മോർണിംഗ് മുതൽ ഡേ ഇൻ മൈ ലൈഫ് പോലെ. അപ്പോൾ ഇന്ന് ഒന്ന് വിചാരിക്കാതെ പുറത്ത് പോയപ്പോൾ ഒന്നുകൂടി കാര്യങ്ങളൊക്കെ, അതായത് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കാൻ പറ്റി. ഇനി ഞാൻ ചെറുതായിട്ട് എനിക്കൊരു ഇൻട്രൊഡക്ഷൻ തരാം. എൻ്റെ പേര് ഷഹാന, മാരീഡാണ്, 3 കുട്ടികളാണ്. അതിലൊരു ബോയ്, പിന്നെ ട്വിൻസാണ്, 2 ബേബി ഗേൾസ്. പിന്നെ എനിക്ക് 3 സിസ്റ്റേഴ്സും ഒരു ബ്രദറാണുള്ളത്. അപ്പോൾ അവരൊക്കെ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ചാനലിൽ മാക്സിമം ഞങ്ങളെല്ലാവരും ആയിട്ടുള്ള വിശേഷങ്ങൾ, അതേപോലെ ഞങ്ങളുടെ ഡേ ഇൻ മൈ ലൈഫ്, ഡെയിലി റൊട്ടീന്, ട്വിൻ ബേബീസൊക്കെ ആയിട്ടുള്ള കുറേ വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ എല്ലാവരും എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒട്ടും ക്രിയേറ്റീവ് അല്ലാത്തൊരു പേഴ്സണാണ് ഞാൻ. അപ്പോൾ എനിക്ക് നല്ല ടെൻഷനുണ്ട് എനിക്കിങ്ങനെ വീഡിയോ എടുക്കാനും അത് ആ ഒരു ഇതിൽ തന്നെ എഡിറ്റ് ചെയ്തിട്ട് എല്ലാവരുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ. ഈ ഒരു പേടി കാരണം എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ട് പോലും വീഡിയോസും കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്യാതെയും എഡിറ്റ് ചെയ്യാതെയും ഒക്കെ ആയിട്ട് ഇരുന്നു. പക്ഷെ ഒരു 1 to 2 വീക്കായിട്ട് ഭയങ്കര ആഗ്രഹം. ആ ഒരു ആഗ്രഹത്തിൻ്റെ പേരിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു 4 to 5 വീഡിയോസൊക്കെ ഷെയർ ചെയ്തു, ഓൺ വോയിസ് കൊടുത്തിട്ട്. അതിൽ നിന്ന് കിട്ടിയൊരു കോൺഫിഡൻസാണ് ഇപ്പോൾ ഇവിടെ, അതായത് യൂട്യൂബിൽ ഫസ്റ്റ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഇതിന് വേണമെങ്കിൽ ഒരു ഗേൾസ് ഓൺലി ട്രിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങൾ പെട്ടെന്ന് തീരുമാനിച്ചിറങ്ങിയതാണ്. കോഴിക്കോട് പോകണോ പാലക്കാട് പോകണോ എന്നൊന്നും അറിയാതെ അങ്ങനെ ഒരു തീരുമാനമില്ലാതെ പെട്ടെന്ന് ഇറങ്ങി. പിന്നെ വിചാരിച്ചു പാലക്കാട് പോവാം, അവിടെ ലുലുവിലൊക്കെ പോയി കുറച്ച് നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് തിരിച്ച് പോരാന്ന്. തീരുമാനമായപ്പോൾ തന്നെ ഞങ്ങൾ വേഗം വീട്ടിൽ നിന്ന് റെഡി ആയിട്ട് ഇറങ്ങി. ഫുഡൊന്നും കഴിക്കാൻ നിന്നില്ല, പാലക്കാട് അവിടെ എത്തിയിട്ട് കഴിക്കാൻ വിചാരിച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ ലുലുവിൽ കയറുന്നതിന് മുന്നേ വേഗം ചെന്നിട്ട് ഫുഡൊക്കെ കഴിച്ചു. നല്ലൊരു അടിപൊളി ഊണ് തന്നെയായിരുന്നു. കുറച്ചൊക്കെ വലിയ വീഡിയോക്ക് ഇങ്ങനെ വോയിസ് കൊടുക്കണതൊക്കെ ആദ്യമായിട്ടാണ്. അപ്പോൾ അതിൻ്റെതായ നല്ല ബുദ്ധിമുട്ടുണ്ട്, എന്താ പറയേണ്ടതെന്ന് അറിയണില്ല. അതേപോലെ സംസാരത്തിലും എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ട്, എങ്ങനെ പറയേണ്ടതെന്നൊന്നും അറിയാനിട്ട്. അപ്പോൾ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. അതേപോലെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് പറയുക. ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ലൈക്കും ചെയ്യുക. എന്താണ് ശരിക്കും പറയേണ്ടതെന്നൊന്നും അറിയണില്ല. വീഡിയോ ഒരു വഴിക്ക് അങ്ങനെ പോകുന്നുണ്ട്. എനിക്ക് എന്തൊക്കെ പറയാനുണ്ട്, അതേപോലെ വീഡിയോത്തെ കാര്യങ്ങളാണോ ഷെയർ ചെയ്യേണ്ടത്, അത് എനിക്ക് എൻ്റെതായ വിശേഷങ്ങളാണോ ഷെയർ ചെയ്യേണ്ടതെന്നൊന്നും അറിയണില്ല. അപ്പോൾ എന്തായാലും മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുക. തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക. ലുലുന്ന് ഞങ്ങൾ നേരെ പോയത് ടിപ്പു സുൽത്താൻ്റെ കോട്ടയ്ക്കാണ്. അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കാമായിട്ട് കുറച്ച് നേരം ഇങ്ങനെ റിലാക്സൊക്കെ ആയിട്ട് ഇരിക്കാൻ പറ്റി. പിന്നെ അതുപോലെ കുറച്ചധികം തന്നെ ഫോട്ടോസും വീഡിയോസൊക്കെ അവിടുന്ന് ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്തായാലും എൻ്റെ യൂട്യൂബ് ജേണി ഇവിടെ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ മുന്നോട്ട് പോകാൻ നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് എനിക്ക് വേണം. ചിലപ്പോൾ ഞാൻ ഇവിടെ ഇടുന്ന പല കാര്യങ്ങളും ചില മദേഴ്സിനാണെങ്കിലും അതേപോലെ ഫാമിലിക്കാണെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോയും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണു. അപ്പോൾ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. തെറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റും ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.